പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവം നുഖങ്ങളെ അഴിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 58 അധ്യായം 6 വാക്യം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന എന്ന വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പങ്കുവച്ചത്. അതേ വചനഭാഗത്ത് നിന്നും മറ്റൊരു വിഷയമാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ച വിഷയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ക്ലിയർ ചെയ്യേണ്ട മേഖലകളിൽ ക്ലിയർ ചെയ്ത് രൂപാന്തരപ്പെടുത്തി ആ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുത്തു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു എന്ന് ഞാൻ ആ വചനഭാഗത്തിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് ധ്യാനിച്ചവരും കേൾക്കപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവ് നിങ്ങൾ അനുഭവിക്കേണ്ട വിടുതലുകൾക്ക് തടസ്സമായി നിങ്ങളെ ബന്ധനത്തിലിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി അഴിച്ച് നിങ്ങളെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ വിഷയത്തിൽ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. നമ്മുടെ ദൈവം അന്യായ ബന്ധങ്ങളെ മാത്രമല്ല, നുഖങ്ങളുടെ കയറുകളെ അറുത്തുമാറ്റി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം തരുന്ന കർത്താവാണ്. വ്യത്യസ്തപരമായിട്ടുള്ള രീതികളിലുള്ള നുഖങ്ങളുടെ അടിമത്വങ്ങളാണ് ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത്. കുടുംബങ്ങളിൽ നിന്നുള്ള നുഖത്തിൻ്റെ അടിമത്വങ്ങൾ, ഭാര്യഭർത്ത ജീവിതത്തിൽ മേലുള്ള നുഖത്തിൻ്റെ അടിമത്വങ്ങൾ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലുള്ള നുഖത്തിൻ്റെ അടിമത്വങ്ങൾ, ജോലി സംബന്ധിച്ചുള്ള വിഷയവുമായുള്ള നുഖത്തിൻ്റെ അടിമത്വങ്ങൾ, ഇങ്ങനെയുള്ള നുഖത്തിൻ്റെ അടിമത്വങ്ങളെ സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റി ക്രിസ്തുവിൽ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയാണ്. ഒരിക്കൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും വിടിവിക്കുവാൻ തക്കവണ്ണം ഉയരത്തിലെ ദൈവം ആടുകളെ മേച്ചുകൊണ്ടിരുന്ന മോശയെ തിരഞ്ഞെടുത്തയക്കുകയാണ്. ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്വത്തിലായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ഒരു ഫറവോൻ അടിമനുഖം വെച്ച് അവരെ പീഡിപ്പിക്കുകയാണ്. ഫറവോൻ ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിന്റെ നുഖത്തിൽ അവരെ ബന്ധിച്ചിടുകയാണ്. അതായത് മാന്യമായ ജോലിയിൽ കൊടുക്കുവാനുള്ള വസ്തുവകകൾ കൊടുക്കാതെ അവരോട് നിർദ്ദേശിക്കുന്നു, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ വസ്തുവകകൾ കൃത്യമായ അളവോടുകൂടെ കൊടുക്കാതെ, അളവ് കൃത്യമായും എണ്ണം കൃത്യമായി ഏൽപ്പിക്കുക എന്നുള്ള ഒരടിമത്വത്തിന്റെ ജോലിയിൽ അവരെ ബന്ധിക്കുകയാണ്. മാത്രമല്ല, അടിമനുഖത്തിൽ നിന്നും അവരെ വിടിവിക്കുവാൻ തക്കവണ്ണം ആർക്കും അവിടെ അടുക്കുവാൻ കഴിയുന്നില്ല. ജനം യഹോവയോട് നിലവിളിച്ചു. ദൈവജനത്തിന്റെ ശബ്ദം സ്വർഗത്തിലെത്തി. അവരെ അടിമനുഖത്തിൽ നിന്നും അഴിച്ചു സ്വാതന്ത്ര്യമാക്കുവാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ അടിമനുഖത്തിൽ നിന്നും അഴിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു അടിമത്വം പോലെ നിന്നിൽ ചില അടിമനുഖങ്ങൾ കെട്ടിവെച്ച് ഒരടിമ പോലെ നിന്നെ ബന്ധിച്ച് നിന്നെ ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിൽ നീ കൊടുത്തു പ്രാർത്ഥിക്കുക.
നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഏതു മുഖമായാലും കർത്താവിൽ നീ വിശ്വസിച്ചാൽ സ്വർഗത്തിലെ കർത്താവ് പരിശുദ്ധാത്മാവ് ആ അടിമ മുഖം നിന്നിൽ നിന്നും അറുത്തുമാറ്റി നിന്നെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കും. അതായത് അടിമ മുഖം വെച്ച് കെട്ടി ഒരു കാളയെ ഉഴുന്നത് പോലെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരു അടിമയെ പോലെയാണോ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ഇടപെടുന്നത്? ഒരു സഹോദരി ഒരു വീട്ടുജോലിക്ക് പോകുമ്പോൾ അവർക്ക് നിശ്ചയിച്ച ശമ്പളത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നു എന്നാൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ടതിന് അപ്പുറത്ത് ശമ്പളത്തിന് കവിഞ്ഞ് വേലക്കാരി എന്ന നിലപാടിൽ നിന്നും ഒരടിമ മുഖം അവരിന്മേൽ വെച്ചുകൊണ്ട് ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരടിമയെ പോലെ അവരെ മുഖം വച്ച് കാളയെ ഉടുന്നത് പോലെ ഇടപെടുന്നത് അത് ദൈവീകമായ വിരുദ്ധമായ ഒരു കാരണമാണ്. അതൊരു കാളയ്ക്ക് മുഖം വച്ച് അടിമ പോലെ ഉഴുന്നത് പോലെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, വീട്ടിലാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളെ ഇതുപോലെ അടിമത്വത്തിന്റെ ബന്ധനത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ കർത്താവ് ഇറങ്ങി വന്ന് നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശക്തനാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരു കാളയെപ്പോലെ മുഖം വെച്ച് നിങ്ങളെ പീഡിപ്പിക്കുന്ന പീഡനങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ഇടപെട്ട് നിങ്ങളെ മാനസികപരമായോ ശാരീരപരമായോ ഇങ്ങനെയുള്ള ദൈവീക നാമത്തിനും വിരോധമായുള്ള ഇടപാടുകളിലൂടെ നിങ്ങളെ മാനസികപരമായോ ശാരീരപരമായോ ഒരു കാളയെ മുഖം വെച്ച് ഉഴുന്നത് പോലെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്തിലോ ഓഫീസിലോ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലോ കുടുംബങ്ങളിലോ വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഫറവോൻ മുഖം വെച്ച് കാളയെ ഉഴുത് അടിമകളാക്കി ബന്ധിച്ചിരിക്കുമ്പോൾ അവരെ വിടുവിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ അവരെ വിടുവിക്കാൻ കഴിയുന്ന ഉയരത്തിലെ ഉടയവനോട് ദൈവജനം നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കാൻ മോശയെ ആത്മാവിന്റെ നിയോഗത്താൽ അയച്ച് പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവം ഇസ്രായേൽ ജനത്തെ അടിമമുഖത്തിൽ നിന്നും അഴിച്ച് അവരെ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമായി ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ, നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ അങ്ങനെയൊരു മുഖം, നിങ്ങളുടെ ജീവിതത്തിൽ അടിമ പോലെയുള്ള മുഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നെടുവീർപ്പെട്ട് മാനസികപരമായി നിങ്ങൾ തളർന്നു പോകാതെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവത്തെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യം ചെയ്യുക, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയത്തെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് നീ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് നീ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും, നീ ഏത് മതവിശ്വാസത്തിലായിരുന്നാലും, നിന്റെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവത്തെ നോക്കി നീ പ്രാർത്ഥിക്കും. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്റെ അടിമ മുഖങ്ങളെ പൊട്ടിച്ചു മാറ്റി സർവശക്തനായ കർത്താവ് നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ഏതെങ്കിലും മുഖങ്ങൾ, അടിമ മുഖങ്ങൾ നിന്റെ ജീവിതത്തിൽ മനുഷ്യൻ വെച്ച് കെട്ടിയിരിക്കുന്നുവെങ്കിൽ ആ മുഖങ്ങളെ അഴിച്ചു മാറ്റി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കുവാനത്രേ ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്നത്. നിന്റെ ഏത് മുഖങ്ങളായിരുന്നാൽ അഴിച്ച് ക്രിസ്തുവിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചു ഒരു നിമിഷം നിന്റെ ജോലി സ്ഥലങ്ങളിൽ നിനക്കുള്ള ശമ്പളങ്ങൾ അനുവദിച്ചിരിക്കുന്നതിനപ്പുറമായി ഒരു കാളയെ മുഖം വെച്ച് ഉഴുന്നത് പോലെ നിന്നെ ആമേൻ ഒരു അടിമ ചങ്ങലയിട്ട് ബന്ധിച്ച് അങ്ങനെയുള്ള മേഖലകളിൽ നീ അടിമത്വങ്ങൾ, പല രാജ്യങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടിമ പോലെ നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നീ ഏതെങ്കിലും മേഖലകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ കർത്താവ്
നിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോ അവരെ അടിമനുഖങ്ങളെ അഴിച്ചു മാറ്റി. പരിശുദ്ധാത്മാവ് ഒരു സ്വാതന്ത്ര്യമായി പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ആരെങ്കിലും ഈ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടിമനുഖത്തെ അഴിച്ചു മാറ്റുന്ന ആ സർവശക്തനായ കർത്താവിന്റെ കരങ്ങൾ കൊടുക്ക്. അവൻ നമ്മെ വിടിവിപ്പാൻ ശക്തനാണ്. യേശു നമ്മെ പരിപാലിക്കാൻ ശക്തനാണ്. യേശു നമ്മെ സ്നേഹിക്കുന്നു. യേശു വന്നത് നമ്മുടെ നുഖങ്ങളെ അഴിച്ച് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാക്കി സ്വർഗീയ സന്തോഷം നൽകി അനുഗ്രഹിക്കുവാനാണ്. ഒരു നിമിഷം ഈ ദൈവശബ്ദം കേൾക്കുന്നവർ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച് യേശുവെ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക്. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില അടിമ നുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകും. യേശുവിന്റെ നാമത്തിൽ എല്ലാ നുഖങ്ങളും അഴിഞ്ഞു പോകും. പരിശുദ്ധ കർത്താവേ, ദൈവശബ്ദം കേൾക്കുന്ന ഈ ദൈവജനത്തിനായി സ്തുതിക്കുന്നു. ഏതെങ്കിലും മേഖലകൾ അവരെ ബന്ധിച്ചിരിക്കുന്ന അടിമത്വത്തിന്റെ നുഖങ്ങൾ ഇവരെ ബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവരെ അഴിഞ്ഞു മാറി അവർ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.